നമസ്കാരം. ജീവിതത്തിൽ പല കാര്യങ്ങളും നാം മറ്റുള്ളവരോട് പറയുന്നവരാകുന്നു. ചിലർക്ക് എന്തെങ്കിലുമുണ്ട് എങ്കിൽ അത് ഉടനെ മറ്റുള്ളവരോട് പറഞ്ഞില്ല എങ്കിൽ സമാധാനം കൈവരുന്നതല്ല. എന്നാൽ നാം ചില കാര്യങ്ങൾ പുറത്ത് പറഞ്ഞാൽ അത് നമ്മുടെ നാശത്തിന് തന്നെ കാരണമാകും. നിസാരമായി നാം കരുതുന്ന പല കാര്യങ്ങളും എന്നാൽ പുറത്ത് പറയുന്നതിലൂടെ നമുക്ക് ദോഷമാണ് വന്നു ചേരുക. ചില കാര്യങ്ങൾ പുറത്ത് പറയുന്നത് നാശത്തിന് കാരണമാകും. ഗ്രന്ഥങ്ങളാലും മറ്റും ഇത്തരം അറിവ് നമുക്ക് പകർന്ന് നൽകുന്നതുമാണ്. ഈ വീഡിയോയിലൂടെ പുറത്ത് പറയാൻ പാടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാൻ പോകുന്നത്. ആദ്യത്തെ കാര്യം ദേവതകളുമായി ബന്ധപ്പെട്ടാകുന്നു. സ്വപ്ന ദർശനം അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടദേവതയോ അല്ലെങ്കിൽ മറ്റ് ദേവതകളോ തന്നിട്ടുണ്ട് എങ്കിൽ അത് ഭാഗ്യമാണ് എന്ന് തന്നെ പറയാം. മുൻജന്മ പുണ്യം. എന്തെങ്കിലും അവിശ്വസനീയമായ കാര്യം ദേവതകളുമായി ബന്ധപ്പെട്ട് നടക്കുന്നതാണ് എന്ന് വിചാരിക്കുക. മറ്റാർക്കും ലഭിക്കാത്ത സൗഭാഗ്യം ഈശ്വരാധീനത്താൽ ജീവിതത്തിൽ വന്നു ചേരുന്നു. ജീവിതത്തിൽ അത്യപൂർവമായ ചില വ്യക്തികൾക്ക് മാത്രമേ ചില അത്ഭുതങ്ങൾ ജീവിതത്തിൽ സംഭവിക്കൂ. ചിലപ്പോൾ മുൻജന്മ കർമ്മഫലത്താലോ മറ്റോ ആയിരിക്കാം ഈ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുക. മുൻജന്മങ്ങളിൽ നാം ആരാധിച്ച ദേവതയെയാണ് ഈ ജന്മത്തിലും ഇഷ്ടദേവതയായി ലഭിക്കുക. അതിനാൽ ആ ദേവതയുമായി ജന്മജന്മാന്തരങ്ങളായുള്ള ബന്ധം തന്നെ ഉണ്ടാകുന്നു. നമ്മുടെ പ്രാർത്ഥനയിലും ആരാധനയിലും കർമ്മങ്ങളിലും അവർ സന്തുഷ്ടരാകുമ്പോൾ അത്ഭുതകരമായ ചില കാര്യങ്ങൾ ഒട്ടുമിക്കവാറും നടക്കുന്നതാണ്. അത്ഭുതകരമായ കാര്യങ്ങൾ മിക്കവാറും ജീവിതത്തിൽ സംഭവിക്കും. ചിലപ്പോൾ സ്വപ്ന ദർശനമോ മറ്റോ സംഭവിക്കുന്നതുമാകുന്നു. ഇത് ഈശ്വരാനുഗ്രഹത്താലാണ്. നമ്മളിൽ അത്തരം പോസിറ്റീവ് ഊർജം വർദ്ധിക്കുന്നതിനാലാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. എന്നാൽ മറ്റുള്ളവരോട് ഇത് പറയുന്നതിൽ ചില ബുദ്ധിമുട്ടുകളുണ്ട്. പറയുകയാണ് എങ്കിൽ ഈ ഫലം തന്നെ ഇല്ലാതാകും. നമ്മളിൽ ആരാധനയാലും സൽക്കർമ്മങ്ങളാലും മുൻജന്മ കർമ്മഫലത്താലും വന്നു ചേർന്നിരിക്കുന്ന പോസിറ്റീവ് ഊർജം നാം ആരോടെങ്കിലും പറയുകയാണ് എങ്കിൽ തീർച്ചയായും അത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും നഷ്ടപ്പെടും. ഇതിനാൽ പിന്നീട് അത്തരം അനുഭവങ്ങൾ ഇല്ലാതാകും എന്ന കാര്യമാണ് നാം ഓർത്തിരിക്കേണ്ടത്. എന്നാൽ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ടും ഗുരുക്കന്മാരുമായി ബന്ധപ്പെട്ടും ഭാര്യയോടോ ഭർത്താവിനോടോ മക്കളോടോ സഹോദരങ്ങളോടോ ഇത്തരത്തിൽ പറയുന്നതിൽ തെറ്റില്ല. എന്നാൽ മുഴുവൻ കാര്യവും പറയാതിരിക്കുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു. കഴിവതും ഒന്നും പറയാതിരിക്കുവാൻ തന്നെ ഏവരും ശ്രദ്ധിക്കുക. ജീവിതത്തിൽ ഇതിനാൽ നന്മ മാത്രമേ നിങ്ങൾക്ക് വന്നു ചേരൂ. കൂടാതെ അത്തരം അനുഭവങ്ങൾ കൂടുതലായി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഭാഗ്യം വർദ്ധിക്കും എന്ന് തന്നെ പറയാം. ചിലപ്പോൾ മാത്രം ഭാഗ്യം ചെയ്തവർക്ക് ഈശ്വരാധീനത്താൽ പെട്ടെന്ന് ഉയർച്ച വന്നു ചേരുന്നു. ശരിയായ പാത ദൈവം തന്നെ നമുക്ക് കാണിച്ചു തരികയും അതിലൂടെ യാത്ര ചെയ്യുകയും ചെയ്യുന്നതാകുന്നു. ഈ സമയം വീട്, വാഹനം, ആഡംബര വസ്തുക്കൾ എന്നിവ കയ്യിൽ വന്ന് ചേരുകയും ചെയ്യും. അതിനാൽ തന്നെ ജീവിതത്തിൽ എപ്രകാരം നാം ഈ കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയുന്നുവോ ആ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും കുറയുന്നതാകുന്നു. ഭാഗ്യം ക്രമേണ കുറയും എന്ന് തന്നെ പറയാം. ലഭിച്ചതെല്ലാം തന്നെ നഷ്ടപ്പെടുവാനും സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ജീവിതത്തിൽ ശരിയായ ദിശയിലൂടെ ചില കാര്യങ്ങൾ നടക്കുമ്പോൾ അത് മറ്റുള്ളവരോട് പറയാതിരിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാകുന്നു. അല്ല എങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ ദോഷകരമായി ഭവിക്കും. ചാണക്യനിധി. ലോകം കണ്ട ഏറ്റവും വലിയ ബുദ്ധിമാന്മാരിൽ ഒരു വ്യക്തി തന്നെയാണ് ചാണക്യ ആചാര്യൻ. എത്രയോ കാലങ്ങൾക്ക് മുൻപ് അദ്ദേഹം സാമൂഹിക വ്യവസ്ഥിതിയെക്കുറിച്ച് വ്യക്തമായ വീക്ഷണം നടത്തിയിരുന്നു. ഈ കാര്യം നമ്മുടെ ജീവിതത്തിൽ, അതായത് അദ്ദേഹം അന്ന് പറഞ്ഞ പല കാര്യങ്ങളും ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകുന്നു എന്നതും ഒരു അത്ഭുതം തന്നെയാകുന്നു. കാലങ്ങൾക്ക് ഇപ്പുറവും മനുഷ്യന്റെ പൊതുവായ സ്വഭാവം അത്രമേൽ മാറിയിട്ടില്ല എന്നതാണ് വാസ്തവം. മുൻപ് പരാമർശിച്ച കാര്യങ്ങൾ കൂടാതെ ചാണക്യ ആചാര്യൻ ചില കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ പരാമർശിച്ചിട്ടുള്ളതാകുന്നു. എപ്പോഴും രഹസ്യമായി വയ്ക്കുവാൻ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം പരാമർശിച്ചിട്ടുള്ളതാകുന്നു. അല്ലാത്ത പക്ഷം അവ നമ്മുടെ നാശത്തിന് കാരണമാകുന്നു. ഈ കാര്യങ്ങൾ ഏതെല്ലാമാണ് എന്ന് ഇനി മനസ്സിലാക്കാം. ബലഹീനതകൾ.
ഏതൊരു വ്യക്തിക്കും ഏതെങ്കിലും ഒരു ബലഹീനത ഉണ്ടാവുക തന്നെ ചെയ്യും. അത് ചെറുതോ അല്ലെങ്കിൽ വലുതോ ആകാം. ഈ കാര്യം നിങ്ങൾ മറ്റുള്ളവരോട് പറയാതിരിക്കുന്നതാണ് ഉത്തമം. ഇല്ലായെങ്കിൽ അവർ നമ്മുടെ ഈ ബലഹീനത ഉപയോഗിച്ച് നമ്മെ മുതലെടുക്കുവാനും അത് നമ്മുടെ നാശത്തിന് തന്നെ കാരണമാവുകയും ചെയ്യും. അതിനാൽ ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. സ്വകാര്യ പ്രശ്നങ്ങൾ. ഒരു കുടുംബമാകുമ്പോൾ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാം. ചെറുതും വലുതുമായ പ്രശ്നങ്ങൾ എപ്പോഴും ജീവിതത്തിൽ സംഭവിക്കുന്നതാകുന്നു. എന്നാൽ ചില കാര്യങ്ങൾ അത് സ്വകാര്യത അറിയിക്കുന്ന ചില കാര്യങ്ങളാണ് എങ്കിൽ അത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാതിരിക്കുക എന്ന കാര്യമാണ് നാം ചെയ്യേണ്ടത്. നമ്മെ അവർ പലതരം താഴ്ത്തലുകൾക്കും കളിയാക്കലുകൾക്കും അത് കാരണമാകും. കൂടാതെ ചിലപ്പോൾ നമ്മുടെ പ്രശ്നം വഷളാക്കുവാനും അത് കാരണമായി തീരും. അതേപോലെ തന്നെയാണ് പങ്കാളിയെക്കുറിച്ചും. പങ്കാളിയുമായി ബന്ധപ്പെട്ട രഹസ്യങ്ങൾ ഒരിക്കലും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ പാടുള്ളതല്ല. ഇത് മറ്റുള്ളവർ ഇടപെടാനും ആ ബന്ധം വഷളാകുവാൻ അല്ലെങ്കിൽ ഇല്ലാതാകുവാനോ കാരണം ആകുന്നതുമാണ്. അതിനാൽ ഈ തെറ്റ് ഒരിക്കലും നിങ്ങൾ ചെയ്യുവാൻ പാടുള്ളതല്ല. ജീവിതം തന്നെ നശിക്കുന്നതിന് ഇത് കാരണമായി തീരും. മറ്റൊന്ന് തന്ത്രമാകുന്നു. ഓരോ വ്യക്തിയുടെയും ലക്ഷ്യം വ്യത്യസ്തമായിരിക്കും. എന്നാൽ തന്ത്രം ഒരിക്കലും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ പാടുള്ളതല്ല. ഇതേ തന്ത്രം മറ്റുള്ളവർ ഉപയോഗിക്കുകയും നമ്മുടെ വിജയം തട്ടിപ്പറിച്ച് പരാജയത്തിന് കാരണമാകുവാനും സാധ്യത കൂടുതലാകുന്നു. അതിനാൽ നിങ്ങളുടെ തന്ത്രത്തെക്കുറിച്ചും ലക്ഷ്യത്തെക്കുറിച്ചും ഒരിക്കലും പുറത്ത് പറയാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. ആഗ്രഹിച്ച വിജയം പോലും നിങ്ങളിൽ നിന്നും നഷ്ടമാകുവാൻ കാരണമാകാം. തടസ്സങ്ങൾ വന്നു ചേരും. അതിനാൽ ഒരിക്കലും ഇത്തരം കാര്യങ്ങൾ പുറത്ത് പറയരുത്. നഷ്ടങ്ങൾ പലപ്പോഴും സമൂഹത്തിൽ നടന്നതുമായി ബന്ധപ്പെട്ട് നിലയും വിലയും നിലനിൽക്കുന്നതാകുന്നു. എന്നാൽ സാമ്പത്തികപരമായ നഷ്ടങ്ങളെക്കുറിച്ച് ഒരിക്കലും മറ്റുള്ളവരോട് പറയുവാൻ പാടുള്ളതല്ല. ഇതിനാൽ മറ്റുള്ളവർ നമ്മെ നോക്കുന്ന രീതി വ്യത്യസ്തമായി തീരും. അതിനാൽ സ്ഥാനം ലഭിക്കാത്ത അവസ്ഥ പോലും വന്നു ചേരും. അതിനാൽ ഒരിക്കലും മറ്റുള്ളവർ അടിച്ചമർത്തുവാൻ സാധിക്കുന്ന രീതിയിൽ നാം ആ കാര്യങ്ങൾ പറയുവാൻ പാടുള്ളതല്ല. അത് നമുക്ക് തന്നെ ദോഷമായി തീരും. ദാനം ചെയ്യുന്നവരാണ് പലരും. എന്നാൽ ഏറ്റവും വലിയ പുണ്യപ്രവർത്തികളിൽ ഒന്നാണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. എന്നാൽ നാം എത്ര ദാനം ചെയ്യുന്നുവോ, ആർക്കെല്ലാം ദാനം ചെയ്തു എന്നോ ഒരിക്കലും പുറമെ പറയുവാൻ പാടുള്ളതല്ല. അങ്ങനെ ചെയ്യുന്നതിലൂടെ ദാനങ്ങളാൽ നിങ്ങൾക്ക് ലഭിക്കേണ്ട ഗുണഫലങ്ങൾ നഷ്ടമാവുക തന്നെ ചെയ്യും. ഇതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. എത്ര ചെറുതോ വലുതോ ആയ സാമ്പത്തിക കാര്യങ്ങളാണ് എങ്കിലും അത് നിങ്ങൾ പുറമെ പറയുവാൻ പാടുള്ളതല്ല. ചതിവ് സംഭവിക്കാൻ സാധ്യത കൂടുതലാകുന്നു എന്നതും ഒരു പ്രധാനപ്പെട്ട കാര്യമായി തന്നെ പറയാം. എന്നാൽ ഈ തെറ്റ് ഒരിക്കലും നിങ്ങൾ ചെയ്യുവാൻ പാടുള്ളതല്ല. ഇങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ ചില ദോഷകരമായ ഫലങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. അതിൽ പ്രധാനപ്പെട്ടത് നിങ്ങളുടെ കൈകളിലെ സമ്പത്ത് നഷ്ടമാകും എന്നാണ് പറയുക. കൂടാതെ ധനം കൈകളിലേക്ക് എത്തിച്ചേരേണ്ട അത്തരം കാര്യങ്ങൾ തടസ്സങ്ങളാൽ മുന്നോട്ട് പോകുവാൻ സാധിക്കാത്ത അവസ്ഥ നിങ്ങൾക്ക് വന്നു ചേരും. നിങ്ങളുടെ ഭാഗ്യം നഷ്ടമാവുകയും ചെയ്യും. അതിനാൽ ഈ കാര്യവും പ്രത്യേകം ഓർത്തിരിക്കേണ്ട ഒന്ന് തന്നെയാണ്.